ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന നോവലിൻ്റെ 8ാമത്തെ അധ്യായമാണ്. ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് ഒന്ന് കൂടെ കൂടണേ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. അമ്മ ഒന്നും പറയണ്ട. അങ്കിള് വില്ലിങ് ആണെങ്കിൽ നമ്മൾ വേറെ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല. വേറെ ആരുടെയും അനുവാദവും വേണ്ട. ഗാഥ പറഞ്ഞു. സേതുവിനോട് ഇതൊന്നും സംസാരിക്കരുത് പ്ലീസ്, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. സുരഭി വല്ലാതെ പരിഭ്രമിച്ചു. ഒരു പ്രായം വരെ അച്ഛനും അമ്മയും പറയുന്നത് മക്കൾ കേൾക്കണം. അത് കഴിഞ്ഞാൽ മക്കൾ പറയുന്നതാണ് അച്ഛനും അമ്മയും കേൾക്കേണ്ടത്. എനിക്ക് നിൻ്റെ സാരോപദേശമൊന്നും കേൾക്കണ്ട. ഒരു 3 വർഷം കൂടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അല്ലായിരുന്നെങ്കിൽ ഗാഥ പറഞ്ഞു. എന്താണ് 3 വർഷത്തിൻ്റെ കാര്യം? 3 വർഷം കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം. അത് നടന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ പ്രിയ ഭർത്താവും കൂടി അമ്മയുടെ കല്യാണം നടത്തും. അപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ അപ്പോഴാണ് സുരഭിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ചിലർ നിൻ്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. 6 മാസത്തെ താമസമേ ഉള്ളൂ. അതാരാ എൻ്റെ കാര്യം തീരുമാനിച്ചത്? ആശ്ചര്യത്തോടെ ഗാഥ ചോദിച്ചു. മായിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ സുരഭി അവളോട് പറഞ്ഞു. ഗാഥ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. രാഹുലേട്ടനോ? വല്യപ്പച്ചിയും കൊച്ചപ്പച്ചിയുടെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. ആൻറ്റിമാരുടെ ഉദ്ദേശം നടക്കത്തില്ല അമ്മേ. രാഹുലേട്ടനെ ഞാൻ കല്യാണം കഴിക്കാനോ എനിക്കത് ഓർക്കാനോ പോലും പറ്റത്തില്ല. നിന്നെ കാണുമ്പോൾ അവനോ അല്ലെങ്കിൽ നിൻ്റെ ആൻറ്റിമാരോ വല്ല സൂചനയും ഇതേക്കുറിച്ച് തന്ന പറ്റില്ലെന്ന് അപ്പോൾ തന്നെ പറയണം. മനസ്സിലായില്ലേ? അത് ഞാൻ ഏറ്റു. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. സുരഭിയല്ല ഗാഥ. അത് നീ എനിക്കിട്ട് കുത്തിയതാണല്ലോ മോളെ. സുരഭിക്ക് അത് മനസ്സിലായി. നമ്മുടെ ജീവിതം നമ്മുടെ മാത്രം സ്വന്തം അമ്മേ. അത് എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. നല്ല ക്ഷീണമുണ്ടമ്മേ, കിടക്കാൻ പോവാ, നാളെ വിളിക്കാം, ഗാഥ പറഞ്ഞു. ശരി മോളെ. ഗാഥ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് അവളെ കാണാൻ സൂരജ് വാർഡിൽ വന്നു. കഴിഞ്ഞ 2 ദിവസം നല്ല തിരക്കായിരുന്നു. ഡാറ്റ കളക്ഷന് വേണ്ടി ശ്രീചിത്രയിലെയും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ലൈബ്രറിയിൽ കറക്കായിരുന്നു. അയാൾ പറഞ്ഞു. തിസീസ് എഴുതാൻ വേണ്ടിയുള്ള വിവരശേഖരണത്തിന് പോകുന്ന കാര്യം സൂരജ് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. എന്നിട്ട് കിട്ടിയോ? അവൾ ചോദിച്ചു. കുറേയൊക്കെ കിട്ടി. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ തപ്പണം. ഈ PG കോഴ്സ് ഭയങ്കര ടഫാണ് അല്ലേ? അവൾ ചോദിച്ചു. അഡ്മിഷൻ കിട്ടാൻ പാടാണ്. കിട്ടിയാൽ അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ അതിലും പാടാണ്, അയാൾ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ കോച്ചിങ് ക്ലാസ്സിന് പോകാൻ തീരുമാനിച്ചു. അമ്മ വന്നിട്ട് സൂരജിനെ കാണാൻ കഴിയാഞ്ഞതിൽ വലിയ സങ്കടമുണ്ട്, അവൾ പറഞ്ഞു. എനിക്കും വിഷമമുണ്ട്. ഇനി ഉടനെ എങ്ങാനും വരുമോ? സൂരജ് ചോദിച്ചു. അറിയില്ല. ഇനി വന്നാൽ അന്ന് വിടില്ല, അതുറപ്പാ. വീട്ടിൽ നിന്നും അമ്മയും പറയുന്നു ഒന്ന് ചെന്നിട്ട് പോകാൻ. 1 മാസമായി അമ്മയെ കണ്ടിട്ട്. ഒന്ന് പോയി കണ്ടിട്ട് വരൂ. അവർക്കറിയില്ല ഇവിടെ നമ്മുടെ ടൈറ്റ് വർക്ക്. എന്നാലും നാളെ ഉച്ചകഴിഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു. മറ്റന്നാൾ വൈകിട്ട് തിരിച്ചെത്തണം. ഒരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാനും കൂടി വന്നേനെ. ഒരു ബസ്സിൽ പോകാമായിരുന്നു. സൂരജ് അമ്പലപ്പുഴയ്ക്കും ഞാൻ ഹരിപ്പാട്ടിനും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. എന്നാൽ അടുത്ത മാസം നമുക്ക് ഒന്നിച്ച് പോകാം. ഇനി അതല്ലേ നടക്കൂ, ഗാഥ പുഞ്ചിരിച്ചു. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് സൂരജ് ഉള്ളൂർ ചെന്ന് ഒരു ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൽ കയറി. ഹരിപ്പാട് ബസ് എത്തിയപ്പോൾ മണി 5. ഇവിടെ ഇറങ്ങി ഗാഥയുടെ അമ്മയെ കണ്ടിട്ട് പോയാലോ എന്ന് പെട്ടെന്നൊരു ചിന്ത അയാൾക്കുണ്ടായി. ഉടൻ തന്നെ അയാൾ ഇറങ്ങി. അഴിയെടുത്ത് ജംഗ്ഷൻ വഴി തിരുവല്ലയ്ക്ക് പോകുന്ന റോഡിൽ ലെവൽ ക്രോസ് കഴിഞ്ഞ് ഒരു ആൽമരമുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് സൗഭർണിക എന്ന പേരുള്ള വീട്. ഗാഥ പറഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു. ഓട്ടോയിലാണ് സൂരജ് സൗഭർണികയിലേക്ക് പോയത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ഡോർബെല്ല് മുഴക്കിയപ്പോൾ വിജയലക്ഷ്മി വന്ന് വാതിൽ തുറന്നു. അവർ സൂരജിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ഞാൻ സുരഭി ആൻറ്റിയെ കാണാൻ വന്നതാ, അയാൾ പറഞ്ഞു. മനസ്സിലായില്ലല്ലോ. എൻ്റെ പേര് സൂരജ്. തിരുവനന്തപുരത്തും വരുന്നു. ഗാഥയുടെ ഫ്രണ്ടാണ്. പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ മുഖം ഇരുണ്ടു. അധ്യായം 12. സൂരജിൻ്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ വിജയലക്ഷ്മി അയാളെ നോക്കി. രാഹുലിൻ്റെ ഏതാണ്ട് അതേ പ്രായം. കാണാനും തെറ്റില്ല. എന്താ ആൻറ്റി വിശ്വാസമില്ലാത്തതുപോലെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യ. എൻ്റെ വീട് അമ്പലപ്പുഴയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറി സുരഭി ആൻറ്റിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, സൂരജ് പറഞ്ഞു. പല പേരും പറഞ്ഞ് പലരും ഇങ്ങനെ ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങാറുണ്ട്.
ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ വിജയലക്ഷ്മി പറഞ്ഞു. ശരിയാണ്, ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ട്. ആളുകളെ പറ്റിക്കാൻ പല വേഷം കെട്ടി നടക്കുന്നവരുണ്ട് ഇപ്പോൾ. സുരഭി ആൻറ്റി ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാമോ? ചിലപ്പോൾ ഞാൻ ആരാണെന്ന് ആൻറ്റിക്ക് മനസ്സിലായേക്കും. സൂരജ് പ്രതീക്ഷ കൈവിട്ടില്ല. സുരഭിയെ പരിചയമുണ്ടോ ഇയാൾക്ക്? അവിടെ എവിടെ വെച്ചാൽ കണ്ടത്? വിജയലക്ഷ്മി അയാളെ ചോദ്യം ചെയ്തു. സുരഭി ആൻറ്റി എനിക്ക് പരിചയമില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. ഗാഥ പറഞ്ഞ ആൻറ്റിയെ എനിക്കറിയാമെന്നേ ഉള്ളൂ. ഗാഥമോളെ എങ്ങനെയാണ് ഇയാൾക്ക് പരിചയം? ഞാൻ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ചുള്ള പരിചയമാണ്. സൂരജ് പറയുന്നത് കള്ളമല്ലെന്ന് വിജയലക്ഷ്മിക്ക് തോന്നി. എന്നാലും ഇതങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇവൻ ആരാണെന്നെങ്കിലും അറിയണം. അമ്പലപ്പുഴ എവിടെ ഇയാളുടെ വീട്? ആൻറ്റിക്ക് പരിചയമുണ്ട് അമ്പലപ്പുഴ? സൂരജ് ചോദിച്ചു. അമ്പലത്തിൽ വന്നിട്ടുണ്ടേ. അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും 1 കിലോമീറ്റർ കൂടി പോകണം എൻ്റെ വീട്ടിലേക്ക്. എന്താണ് ഇയാളുടെ വീടിൻ്റെ പേര്? ഗീതാഗോവിന്ദം. ആരെങ്കിലും ഗീതാഗോവിന്ദം എന്ന് വീടിന് പേരിടുമോ? അല്പം ഒരു പരിഹാസ സ്വരത്തിൽ വിജയലക്ഷ്മി ചോദിച്ചു. എൻ്റെ അമ്മ അങ്ങനെ പേരിടും. വിജയലക്ഷ്മിയുടെ ചോദ്യം ചെയ്യൽ സൂരജ് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. എന്തോ അമ്മയുടെ പേര്? സുശീലാദേവി. അച്ഛൻ്റെ പേരോ? അച്ഛൻ നാട്ടിലില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടും കാര്യമില്ല. അത് അമ്മയുടെ വീടാണ്. എന്നാലും പറ, ഒന്നറിയട്ടെ. വിജയലക്ഷ്മി വിട്ടില്ല. എൻ്റെ കുടുംബചരിത്രമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടുവോ? അതോ? അയാളെ ചോദിച്ചു. അപ്പോഴാണ് സുരഭിയുടെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിവന്ന് പോർച്ചിൽ നിന്നത്. വിജയലക്ഷ്മിയും സൂരജും തിരിഞ്ഞു നോക്കി. കാറിൽ നിന്നും ഇറങ്ങി വന്ന സുരഭി കൗതുകത്തോടെ നോക്കി. നിന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു നിൽക്കുക. നിനക്കറിയാമോ ഇയാളെ? വിജയലക്ഷ്മി ചോദിച്ചു. ആൻറ്റി, ഞാൻ സൂരജാണ്, അയാൾ പറഞ്ഞു. സൂരജോ? നേരത്തെ ഒന്നും വിളിക്കായിരുന്നില്ലേ? വന്നിട്ട് ഒരുപാട് നേരമായോ? വരൂ. ആഹ്ലാദത്തോടെ സുരഭി അയാളെയും കൊണ്ട് സ്വീകരണ മുറിയിലേക്ക് കയറി. അത് കണ്ട അന്വേഷണഭാവത്തിൽ വിജയലക്ഷ്മി നിന്നു. നേരത്തെ പ്ലാൻ ചെയ്തതല്ല ആൻറ്റി. വീട്ടിലേക്ക് പോവായിരുന്നു ഞാൻ. ബസ് അരിപ്പാടെത്തിയപ്പോൾ വെറുതെ തോന്നി ഇവിടെ ഇറങ്ങി ആൻറ്റിയെ കണ്ടിട്ട് പോകാമെന്ന്. അത് നന്നായി. ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ സൂരജിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ എൻഗേജ്ഡായിപ്പോയി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആൻറ്റിയെ കാണാൻ വന്നേനെ. ഇരിക്കും മോനെ. പോകാൻ ധൃതിയില്ലല്ലോ. ചായ എടുക്കാൻ ഞാൻ മായയോട് പറഞ്ഞിട്ട് വരാം. ചായയൊന്നും വേണ്ട, ഇനിയും വരാമല്ലോ. ബസ്സിൽ കയറിയ ശേഷം ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞായിരുന്നു. അമ്മയുടെ കണക്കനുസരിച്ച് അരമണിക്കൂറിനകം ഞാൻ അമ്പലപ്പുഴ എത്തണം. അത് സാരമില്ല, അമ്മയെ വിളിച്ചു പറഞ്ഞാൽ മതി. അല്പം വൈകുമെന്ന്. ഞാൻ വിട്ടാലല്ലേ പെട്ടെന്ന് പോകൂ. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് വിജയലക്ഷ്മി രണ്ടുപേരുടെയും സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അടിമുടി ദേഷ്യം വന്നു. എവിടെയോ കിടന്ന ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോഴേക്ക് അവൾ മോനാക്കിയിരിക്കുന്നു. സുരഭി അടുക്കളയിലേക്ക് ചെന്നു. മായേ, ഗാഥമോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ചായ വേണം. ഞാൻ കണ്ടു ചേച്ചി. വിജയേച്ചി ഇതുവരെ ക്രോസ് വിസ്താരം ചെയ്യായിരുന്നു. പാവത്തിന് ചായ മാത്രം മതിയോ? ഏത്തപ്പഴം ഇരിപ്പുണ്ടല്ലോ, സമയമുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാം, അവൾ പറഞ്ഞു. സമയമൊക്കെ ഉണ്ട്, നീ വേഗം ഉണ്ടാക്ക്. ചേച്ചി വയ്ക്കോ, 10 മിനിറ്റ്, ഞാൻ കൊണ്ടുവന്നേക്കാം. സുരഭി വീണ്ടും സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു. അയാളപ്പോൾ അമ്മയോട് ഫോണിൽ സംസാരിക്കായിരുന്നു. വന്നിട്ട് ഞാൻ പറയാമേ, 1 മണിക്കൂറിനകം ഞാൻ വരും. കോള് കട്ട് ചെയ്തിട്ട് അയാൾ സുരഭിയെ നോക്കി പുഞ്ചിരിച്ചു. അമ്മയ്ക്ക് അറിയണം ഹരിപ്പാട്ട് ഞാൻ ആരെ കാണാനാണ് ഇറങ്ങിയതെന്ന്. എന്നിട്ട് പറഞ്ഞോ? സുരഭി എതിർവശത്തെ സെറ്റിയിലിരുന്നു. ഇല്ല, ഇത്തിരി സസ്പെൻസ് കിടക്കട്ടെ. സൂരജിനെക്കുറിച്ച് പറയുമ്പോൾ ഗാഥയ്ക്ക് 100 നാവാണ്. അന്നൊരു രാത്രിയിലെ ഡ്യൂട്ടി സമയത്ത് സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റെ മുറിവിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായെന്നും സൂരജ് ചെന്നില്ലായിരുന്നെങ്കിൽ ആകെ കുഴപ്പമായിരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ സാധാരണ ആൻറ്റി. ഇൻറ്റേൺഷിപ്പ് കാലത്ത് ഇതുപോലെ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി അപ്പോൾ സ്വീകരണ മുറിയിലേക്ക് കയറി വന്നു. രണ്ടുപേരെയും അവഗണിച്ച് അടുക്കളയിലേക്ക് പോവുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ചേച്ചി, സൂരജിനെ പരിചയപ്പെട്ടില്ലേ? മോളുടെ കോളേജിൽ PG സ്റ്റുഡൻറ്റാ. അമ്പലപ്പുഴയാ വീട്, സുരഭി അവരോട് പറഞ്ഞു. ഓ, എല്ലാം പറഞ്ഞു. ഉദാസീന മട്ടിൽ വിജയലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. ഹസ്ബൻഡിൻ്റെ മൂത്ത സിസ്റ്ററാ, സുരഭി പറഞ്ഞു. ആ ആൻറ്റി ഒരു ടഫ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതിനൊരു തെറ്റുമില്ല. അപരിചിതനായ ഒരാൾ വീട്ടിൽ വന്നാൽ ആളാരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം, സൂരജ് പറഞ്ഞു. വിജയിച്ച് ആരെയും സംശയത്തിൻ്റെ കണ്ണുകൊണ്ടേ കാണും. അത് സ്വഭാവമായിപ്പോയി, വേറൊന്നും വിചാരിക്കണ്ട. ഇല്ല, എനിക്കിഷ്ടമായ സ്വഭാവം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്ലേറ്റിൽ ഒരു ചൂട് പഴംപൊരിയും ചായയുമായി മായ വന്നു. അത് വാങ്ങി സുരഭി ടീപ്പോയ്മേൽ വെച്ചു. മായേ, ഇതാണ് സൂരജ്, സുരഭി പരിചയപ്പെടുത്തി. മനസ്സിലായി ചേച്ചി, ഇത് മായ, ഇവിടുത്തെ എൻ്റെ അസിസ്റ്റൻ്റാണ്. സുരഭി അവളെയും പരിചയപ്പെടുത്തി. സൗഹൃദപൂർവ്വം
സൂരജ് അവളെ നോക്കി ചിരിച്ചു. ഞാൻ വിജയിച്ചിക്കും ചായ കൊടുക്കട്ടെ. മായ പെട്ടെന്ന് സ്ഥലം വിട്ടു. ചായ കുടിച്ച് തീരുന്നത് വരെ അവർ സംസാരിച്ചു. ഇനി ഞാൻ ഇരിക്കുന്നില്ല ആൻറ്റി, അമ്മ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും, അയാൾ പറഞ്ഞു. സൂരജ് വന്നല്ലോ, വലിയ സന്തോഷം. സമയം കിട്ടുമ്പോൾ ഇവിടെ ഇറങ്ങണം. ഇനി മുതൽ ഹരിപ്പാട്ട് ഒരു അമ്മയുണ്ട്, സുരഭി പറഞ്ഞു. ഓടിപ്പിടിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്നാൽ എത്രയും വേഗം തിരിച്ചു പോകാനായിരിക്കും ധൃതി. കാരണം ഹോസ്പിറ്റലിലെ സ്ഥിതി അതാണ്. എങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരും ആൻറ്റിയെ കാണാൻ, അയാൾ പറഞ്ഞു. സൂരജ് പോകാനായി എഴുന്നേറ്റു. എൻ്റെ നമ്പറുണ്ടോ കയ്യിൽ? സുരഭി ചോദിച്ചു. ഇല്ല, ഗാഥയോട് ചോദിക്കണമെന്ന് പലവട്ടം ഓർത്തതാ, പക്ഷെ മറന്നു. ഞാൻ തരാം. സുരഭി പറഞ്ഞു കൊടുത്ത നമ്പർ അയാൾ ഫോണിൽ സേവ് ചെയ്തു. ഇടയ്ക്കൊക്കെ വിളിക്കണം, അതിനാണ് നമ്പർ തന്നത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ പറയാൻ മടിക്കരുത്, മനസ്സിലായില്ലേ? അയാൾ തലകുലുക്കി. മനസ്സിലായി. സൂരജ് പോയപ്പോൾ അവൾ സിറ്റൗട്ടിൽ ചെന്ന് നിന്നു. അയാളുടെ ഉറച്ച കാൽവയ്പ്പുകളും ഉയർത്തിപ്പിടിച്ച തലയും നോക്കി നിന്നപ്പോൾ ഒരു മകനെ കിട്ടിയ സന്തോഷം അവൾക്ക് അനുഭവപ്പെട്ടു. വറ്റൽമുളകും തേങ്ങയും ഉപ്പും പച്ചമാങ്ങ കഷ്ണങ്ങളും കല്ലിൽ വെച്ച് അരച്ച് രജനി ചമ്മന്തി ഉണ്ടാക്കി. പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ സൂരജിന് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേറൊന്നും വേണ്ട എന്നാണ് സുശീലേച്ചി പറയാറുള്ളത്. രജനി അല്പം ചമ്മന്തി എടുത്ത് രുചിച്ചു നോക്കി. വലിയ കുഴപ്പമില്ല, ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെയുണ്ട്. ചമ്മന്തിക്കല്ലിൽ നിന്നും വടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു. പിന്നെ കൈ വൃത്തിയായി കഴുകിയിട്ട് അവൾ മുൻവശത്തെ വരാന്തയിലേക്ക് ചെന്നു. വരാന്തയിലുണ്ടായിരുന്ന കസേരയിൽ വഴിക്കണ്ണുമായി സുശീല ഇരിക്കുന്നുണ്ടായിരുന്നു. സൂരജ് മോൻ എന്താ ചേച്ചി വരാൻ താമസിക്കുന്നത്? അവൾ ചോദിച്ചു. അവൻ ഹരിപ്പാട്ട് ഇറങ്ങിയിട്ടേ വരൂ, ആരെയോ കാണാൻ. വീടിൻ്റെ മുൻവശത്തു കൂടെയാണ് ചെറിയ റോഡ് കടന്നു പോകുന്നത്. റോഡിനപ്പുറം വിശാലമായ നെൽപ്പാടമാണ്. പാടത്ത് നെല്ല് വിളഞ്ഞു കിടക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ കൊയ്തു തുടങ്ങും. മോൻ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച, രജനി പറഞ്ഞു. അതിനെന്താ രജനി, നീ പൊക്കോ, നാളെ കാണാമല്ലോ. അവൻ ഉച്ചതിരിഞ്ഞേ പോകുള്ളൂ. അത് വേണ്ട, വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സന്ധ്യ ആവുകയായിരുന്നു. നിലവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വച്ചിരുന്നു. ഇനി കത്തിച്ചാൽ മാത്രം മതി. 2 വീടുകൾക്കപ്പുറത്താണ് രജനി താമസിക്കുന്നത്. വയസ്സ് 42. ഭർത്താവ് സുഗുണൻ 5 വർഷം മുമ്പ് മരിച്ചു. മരം വെട്ടുകാരനായിരുന്നു. കൊന്നത്തെങ്ങിൻ്റെ മണ്ടയിൽ കയറി ഓല വെട്ടുമ്പോൾ കാല് തന്നെ നിലത്ത് വീണു. നട്ടല് തകർന്നാണ് അന്ത്യമുണ്ടായത്. വീട്ടിൽ പ്രായമായ അമ്മയും സ്കൂളിൽ പഠിക്കുന്ന 2 ആൺകുട്ടികളും മാത്രം. സുശീലയാണ് അന്ന് അവൾക്ക് തുണയായത്. വാർഡിലെ പൗർണമി കുടുംബശ്രീയിൽ അംഗമായിരുന്നു രജനി. CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ ചെയ്യാവുന്ന സഹായമെല്ലാം സുശീല അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. രജനിയെ കൂടി മനസ്സിൽ കണ്ടാണ് പൗർണമി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പൗർണമി റൈസ് എന്ന പേരിൽ ഒരു കുത്തരി വിപണന യൂണിറ്റ് സ്ഥാപിച്ചത്. കുറ്റമറ്റ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ സൂരജിൻ്റെ സഹായം കിട്ടി. അത് നാട്ടിലെ സഹകരണ ബാങ്കിൽ സമർപ്പിച്ചപ്പോൾ ആവശ്യത്തിനുള്ള തുകയും ലോൺ കിട്ടാനും എളുപ്പമായി. അംഗങ്ങൾ തന്നെ കതിരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിച്ച് പുഴങ്ങി ഉണക്കി മില്ലിൽ കുത്തിച്ച് അരി വൃത്തിയാക്കി 1 കിലോയുടെയും 2 കിലോയുടെയും പാക്കറ്റുകളിലാക്കി വീടുകളിലും കടകളിലും വിതരണം ചെയ്യും. അതൊരു വൻ വിജയമായി. വീട്ടിൽ അമ്മയും മക്കളായ ശ്രീഹരിയും പ്രിയാനന്ദനും ഉള്ളതുകൊണ്ട് രജനി രാത്രിയിൽ സുശീലയ്ക്ക് കൂട്ടിന് വരും. സൂരജ് വരുമ്പോൾ അമ്മയെ മകനെ ഏൽപ്പിച്ചിട്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോകും. വിളക്ക് കൊളുത്താൻ സമയമായെന്ന് തോന്നുന്നു, സുശീല പറഞ്ഞു. അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് കൊട്ടു തുടങ്ങിയിട്ടുണ്ട്. രജനി കാതോർത്തു. സുശീല എഴുന്നേറ്റ് ചെന്ന് നിലവിളക്ക് കത്തിച്ച് തൊഴുതു. അപ്പോഴാണ് ചെറിയ ഗേറ്റിന് വെളിയിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നത്. സൂരജ് മോനാണെന്ന് തോന്നുന്നു, രജനി പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ഷോൾഡർ ബാഗുമായി ഗേറ്റ് തുറന്ന് സൂരജ് അകത്തേക്ക് കയറി വന്നു. വരാന്തയിൽ അമ്മയെയും രജനിയെയും കണ്ട് അയാൾ പുഞ്ചിരിച്ചു. 2 പേരും ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുകയായിരുന്നെന്ന് തോന്നല്ലോ, അയാൾ കളിയായി പറഞ്ഞു. ടെൻഷനൊന്നുമില്ല, എന്നാലും എന്താണ് വൈകുന്നതെന്ന് അറിയാതെ സുശീല പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അമ്മേ, ഹരിപ്പാട്ട് ഇറങ്ങിയിട്ട് വരുമെന്ന്. ഹരിപ്പാട്ട് ആരെ കാണാനായിരുന്നു? അവിടെ കോളേജിലുള്ള ഒരു ഇന്ത്യൻ. ആ കുട്ടിയുടെ വീട്ടിലൊന്ന് കയറണമായിരുന്നു. രജനി ചേച്ചി പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നല്ലോ. അതെ മോനെ, ഇനി ഞാൻ പോയിക്കോട്ടെ, നാളെ വരാം. ശരി, നീ ചെല്ല്, സുശീല പറഞ്ഞു. രജനി പോയി. നിനക്ക് കുടിക്കാനെന്തെങ്കിലും വേണോ? വേണ്ടമ്മേ, വരുന്ന വഴി ചായ കുടിച്ചായിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സൂരജ് മുറിയിലേക്ക് പോയി. സുശീല വരാന്തയിലുണ്ടായിരുന്ന കസേരയിൽ വീണ്ടും ഇരുന്നു.
പാടത്ത് ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. കോളേജിലുള്ള ഒരു ഇൻറ്റേൺ ആ കുട്ടിയുടെ വീട്ടിൽ ഒന്ന് കയറണമായിരുന്നു. സൂരജ് പറഞ്ഞ ആ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ വീട്ടിലേക്ക് പോകാനും മാത്രം എന്ത് കാരണമാണ് ഇപ്പോൾ ഉണ്ടായത്? സൂരജ് തെറ്റായ ഒരു കാര്യം ചെയ്യില്ലെന്ന് സുശീലയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്വഭാവ മഹിമയുള്ള ഒരു മകനാണ് തനിക്കുള്ളത് എന്ന കാര്യത്തിൽ അഭിമാനം ഉണ്ടായിരുന്നു. സൂരജ് കുളിച്ച് വേഷം മാറി വരാന്തയിലേക്ക് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. വിശക്കുന്നുണ്ടെങ്കിൽ ചോറ് തരാം, സുശീല പറഞ്ഞു. വേണ്ടമ്മേ, 7:30 ആയതല്ലേ ഉള്ളൂ, കുറച്ചു നേരം കൂടി കഴിയട്ടെ. വിശപ്പില്ല, അയാൾ പറഞ്ഞു. സാധാരണ വിശന്ന് പ്രാണം കളഞ്ഞാണല്ലോ നീ ഓടി വരാറുള്ളത്. അതേമ്മേ, വീട്ടിലെ ചോറിൻ്റെയും കറിയുടെയും രുചി ഓർക്കുമ്പോൾ കൺട്രോൾ പോകുന്നതല്ലേ. ഇന്ന് കൺട്രോൾ പോയില്ലേ? ഇന്ന് സുരഭി ആൻറ്റിയുടെ വീട്ടിൽ നിന്നും പഴംപൊരിയും തിന്നു, ചായയും കുടിച്ചു. 1 2 അല്ല, 4 പഴംപൊരി ചൂടോടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരാ ഈ സുരഭി ആൻറ്റി? ഇതുവരെ നീ അങ്ങനെ ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും ഇന്നാണ് ആദ്യമായിട്ട് സുരഭി ആൻറ്റിയെ കാണുന്നത്. അവിടെ കോളേജിൽ ഒരു ഇൻറ്റേൺ ഉണ്ട്, ഗാഥ. ആ കുട്ടി ഈ ഇടയ്ക്കാണ് പരിചയപ്പെട്ടത്. ഹരിപ്പാട്ടുകാരിയാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി. ആ കുട്ടിയുടെ അമ്മ ഇവിടെ ആലപ്പുഴയിൽ ജോലി ചെയ്തിട്ടുണ്ട്, സൂരജ് പറഞ്ഞു. എന്ത് ജോലി? സുശീല ചോദിച്ചു. PWDയിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഗാഥയുടെ അമ്മ. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിരുന്ന കാലത്ത് ഇവിടെ ആലപ്പുഴ ഓഫീസിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അച്ഛനോ? ഗാഥയുടെ അച്ഛൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. 4-5 വർഷം മുമ്പ് മരിച്ചുപോയി. അവർക്ക് ഗാഥയല്ലാതെ വേറെ മക്കളുണ്ടോ? ഇല്ല, ഗാഥ ഒറ്റ മോളാണ്. എങ്ങനെയാണ് നിനക്ക് ഈ കുട്ടിയെ പരിചയം? ആ കുട്ടി സർജറി വാർഡിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത സമയത്ത് ഒരു എമർജൻസി ഉണ്ടായി. യാദൃശികമായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഞാൻ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്തു, അങ്ങനെയാണ് പരിചയത് എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ അമ്മയെ കാണാൻ വീട്ടിൽ പോകേണ്ടതുണ്ടോ? സുശീല ചോദിച്ചു. അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ആ കുട്ടി അമ്മയെ വിളിച്ച് ആ സംഭവം പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. എൻ്റെ വീട് അമ്പലപ്പുഴയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരു ദിവസം ഇതുവഴി വരണേ, കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ നിന്നെ ചോദ്യം ചെയ്തല്ല മോനെ. ആർക്കും എന്ത് സഹായം ചെയ്യാമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷേ പിന്നീട് അതൊരു കടപ്പാടിൻ്റെ ഓർമ്മ തുടർബാധ്യതയാകാൻ അനുവദിക്കരുത്. അതെനിക്കറിയാമമ്മേ. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. തന്നെയുമല്ല, എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത് അമ്മയല്ലേ. സുശീലയുടെ കൈ പിടിച്ചുകൊണ്ട് സൂരജ് പറഞ്ഞു. എനിക്കറിയാം മോനെ നിന്നെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കും. ഇതുവരെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയുടെ വീട്ടിലും നീ പോയിട്ടില്ല. സൗഹൃദം നല്ലതാണ്, പക്ഷെ അതിലപ്പുറം ഈ ബന്ധം വളരാതിരിക്കുന്നതാണ് നല്ലത്, സുശീല പറഞ്ഞു. അമ്മ പറയുന്ന സൗഹൃദം മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും എനിക്ക് ഫ്രണ്ട്സായിട്ടുണ്ട്. ഇന്ന് ഹരിപ്പാട്ട് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഗാഥയെക്കുറിച്ച് പറയേണ്ടി വന്നത്. നീ പറഞ്ഞറിഞ്ഞിടത്തോളം വേറൊരു തരത്തിലുള്ള ഫാമിലിയാണ് അവരുടേത്. നീ ഒരു PG ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ് അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാരാണ്, അത് മറന്ന് നീ ഒന്നും ചെയ്യരുത്. സൂരജ് ഒന്നും പറഞ്ഞില്ല. സാധാരണ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഒരു PG ഡോക്ടറെ സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഇക്കാലത്ത്, ശരിയല്ലേ? സമ്പന്നയായ ഒരു പെൺകുട്ടി നിൻ്റെ ഭാര്യയാകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ സാധാരണക്കാർ, നമുക്ക് സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം മാത്രം മതി മോനെ. ഗാഥയെക്കുറിച്ച് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് അമ്മ സംശയിക്കുന്നത്. വേറൊരു ഫ്രണ്ട്, അതിലപ്പുറം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ആ കുട്ടി വേറൊരു തരത്തിൽ എന്നോട് പെരുമാറിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, സൂരജ് പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിൻ്റെ ഇഷ്ടത്തിന് ഞാനൊരിക്കൽ എതിര് നിൽക്കുകയില്ല. ഞാൻ ജീവിക്കുന്നത് നിൻ്റെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. അമ്മയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരാനല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അമ്മ വാ, നമുക്ക് ചോറുണ്ണാം, അയാൾ പറഞ്ഞു. ഊണുമുറിയുടെ മേശയിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി അമ്മയും മകനും കഴിക്കാനിരുന്നു. മാങ്ങാ ചമ്മന്തിക്ക് പുറമെ ചക്ക അരിശ്ശേരിയും കൊഞ്ച് തീയിലും കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷമാണ് സുശീല തയ്യാറാക്കിയ അക്കൗണ്ട് ബുക്കിലെ വരവ് ചെലവ് കണക്കുകളും പൗർണമി കുടുംബശ്രീയിലെ ഫണ്ട് വിനിയോഗവും ബാങ്കിലെ തിരിച്ചടവുകളും എല്ലാം സൂരജ് ഒത്തുനോക്കിയത്. എല്ലാം കൃത്യം, ഒടുവിൽ അയാൾ പറഞ്ഞു. തൃപ്തിയോടെ അവൾ പുഞ്ചിരിച്ചു. പിറ്റേന്ന് അമ്മയ്ക്ക് 3 മണിയാകുമ്പോൾ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് 2 മണിയായപ്പോൾ തന്നെ സൂരജ് തിരുവനന്തപുരത്തിന് വണ്ടി കയറി.
പിറ്റേന്ന് വൈകുന്നേരം അയാളെ ഗാഥ വിളിച്ചു. സൂരജിൻ്റെ അടുത്ത ഓഫ് ഡേ എന്നാണ് അവൾ ചോദിച്ചു. സാറ്റർഡേ. വെരി ഗുഡ്, ഞങ്ങളും അന്ന് ഓഫ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ധന്യ അവളുടെ വീട്ടിൽ നിന്നും കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ശനിയാഴ്ച പൊന്മുടിയിലേക്കൊരു ട്രിപ്പ് പോയാലോ? വൈകുന്നേരം തിരിച്ചെത്താം. ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രം പോകാൻ ഒരു ധൈര്യക്കുറവ്. സൂരജ് കൂടി വരാമോ? ഗാഥ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്തു മറുപടി പറയണമെന്നറിയാതെ സൂരജ് നിശബ്ദനായിരുന്നു. അധ്യായം 13. എന്തു നുണയാണ് ഗാഥയോട് പറയേണ്ടതെന്നാണ് സൂരജ് ആലോചിച്ചത്. പൊന്മുടിയിലേക്ക് ഒരു യാത്ര രസമുള്ള കാര്യമാണ്, പക്ഷെ വേണ്ട. ആ കുട്ടിയുമായി അധികം അടുക്കാൻ പാടില്ല. അതിനുള്ള അവസരങ്ങൾ ഒഴിവാക്കണം. എന്താ സൂരജ് ഒന്നും പറയാത്തത്? അക്ഷമയോടെ ഗാഥ ചോദിച്ചു. അതേക്കുറിച്ച് ആലോചിക്കായിരുന്നു ഞാൻ. എനിക്കന്ന് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പോകണമല്ലോ ഗാഥ. അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റുമായി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അയാളൊരു കള്ളം കണ്ടുപിടിച്ചു. ഓ, അതിനെ മാറ്റി വെക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? നിരാശയോടെ അവൾ പറഞ്ഞു. നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുന്നത് മര്യാദയല്ലല്ലോ. എങ്കിൽ അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് പൊന്മുടിയിലേക്ക് പോകണം. സൂരജിന് സൗകര്യമുള്ളൊരു ഡേറ്റ് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഡ്യൂട്ടി മാറ്റിയെടുത്തോളാം. അവൾ വീണ്ടും പറഞ്ഞു. വെട്ടിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി എന്ത് പറഞ്ഞു ഒഴിഞ്ഞു മാറും? മിക്ക ദിവസവും എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വന്നുകൂടും. ഫ്രീ ആവുന്ന ഒരു ദിവസം ഞാൻ പറയാം, പോരെ? അയാൾ ചോദിച്ചു. അത് മതി, പക്ഷെ അധികം നീളണ്ട. നിങ്ങൾക്ക് 3 പേർക്കും ഡ്രൈവിംഗ് അറിയില്ലേ? അറിയാം, ഗാഥ പറഞ്ഞു. പിന്നെന്ത് പേടിക്കാനാ? റൂട്ട് അറിയില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു പുരുഷൻ കൂട്ടിനുണ്ടെങ്കിൽ അതൊരു ബലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു മെയിൽ ഫ്രണ്ടും ഇല്ലേ 3 പേർക്കും കൊണ്ടുപോകാൻ? തമാശ മട്ടിൽ സൂരജ് ചോദിച്ചു. അതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കില്ലേ? ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സുന്ദരിമാരായ 3 ഗേൾസിന് തുണയായി പോകാൻ ഏത് മെയിൽ ഫ്രണ്ടാണ് ആഗ്രഹിക്കാത്തത്? ഒരാളുണ്ട്. ആരാണത്? ഈ സംസാരിക്കുന്ന ഫ്രണ്ട്. വേറെ ആരായിരുന്നെങ്കിലും എപ്പോൾ വന്നില്ലേ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അയാൾ വെറുതെ ചിരിച്ചു. സൂരജിന് പകരം വേറെ ആരും ആവില്ലല്ലോ. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമാണ് സൂരജിൻ്റെ കമ്പനി. വളരെ ഫ്രീ ആയിട്ട് സൂരജിൻ്റെ അടുത്ത് ഇടപെടാൻ പറ്റും ഞങ്ങൾക്ക്. ഞങ്ങളിൽ ഒരാളെ പോലെയാണ് സൂരജ്. അയാളുടെ മനസ്സൊന്ന് പതറി. അവരുടെ കൂടെ പൊന്മുടിയിലേക്ക് പോയാലോ? ഗാഥയോടൊപ്പം തനിച്ചല്ലല്ലോ പോകുന്നത്, ഒരു ഗ്രൂപ്പ് ആയിട്ടല്ലേ. അതിൽ കുഴപ്പമുണ്ടോ? 3 പേരിൽ ഒരാൾ മാത്രമല്ലേ അവൾ. തന്നെയുമല്ല, അമ്മ അതൊന്നും ഒരിക്കലും അറിയാനും പോകുന്നില്ല. പക്ഷേ അമ്മയെ വഞ്ചിക്കുന്നത് ശരിയല്ല. ഗാഥയെ കാണാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കണം. അവൾക്ക് അവളുടെ വഴി, എനിക്കെൻ്റെ വഴി. രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടണ്ട. എന്തായാലും അടുത്ത സാറ്റർഡേ പറ്റില്ല ഗാഥ. വേറൊരു ദിവസം നോക്കാം, അയാൾ പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ. അവൾ കോള് കട്ട് ചെയ്തു. അയാൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഗാഥ നല്ല കുട്ടിയാണ്, നിഷ്കളങ്കയാണ്. തൻ്റെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞിട്ടും അവളൊരു വേർതിരിവോ അകൽച്ചയോ കാണിച്ചിട്ടില്ല. എത്രയോ സുന്ദരന്മാരും സമ്പന്നരുമായ ഡോക്ടർമാർ ക്യാമ്പസിലുണ്ട്. അവരുമായി കൂട്ടുകൂടാൻ അവൾക്കൊരു പ്രയാസവും വരില്ല. അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞത് പക്ഷേ താൻ സ്വതന്ത്രയാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു. അവൾക്ക് തന്നോട് വെറും ഇഷ്ടത്തെക്കാളേറെ ഒരു സ്നേഹമുണ്ടോ? എന്തായാലും അവളെ ഒഴിവാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ടില്ല. 3 പേരും കഠിനമായ ഡ്യൂട്ടി കഴിഞ്ഞ് അവശരായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും ഫ്ലാറ്റിലേക്ക് പോയത്. ധന്യയാണ് കാർ ഡ്രൈവ് ചെയ്തത്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു 3 പേർക്കും. ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ ജോലിയായിരുന്നു. കുളിക്കണമെന്ന് പോലും ഇല്ല. ചെന്ന് കിടക്കണം, മതി വരുന്നവരെ ഉറങ്ങണം. രോഷ്നി പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോവാം, ധന്യ പറഞ്ഞു. ശരിയാ, ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഗാഥ അതിനോട് യോജിച്ചു. പോകുന്ന വഴിക്കുള്ള ഹോട്ടലിന് മുന്നിൽ ധന്യ കാറ് നിർത്തി. 3 പേരും കൂടിയാണ് കൗണ്ടറിലേക്ക് ചെന്നത്. 3 പേരും അവരവർക്ക് ആവശ്യമുള്ളത് പാഴ്സൽ വാങ്ങി കാറിലേക്ക് മടങ്ങി. ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴേക്കും വെയിലുദിച്ചു കഴിഞ്ഞിരുന്നു. ഉറക്കച്ചടവോടെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് ഒരു വിധത്തിൽ ബ്രഷ് ചെയ്ത് കുളിച്ച് ഭക്ഷണം കഴിച്ച് 3 പെൺകുട്ടികളും അവരവരുടെ മുറികളിൽ ഉറക്കത്തിലേക്ക് വീണു. ഉച്ചയായി ഗാഥ ഉണർന്നപ്പോൾ പിന്നാലെ രോഷ്നി എഴുന്നേറ്റ് വന്നു. കഴിക്കാൻ വെളിയിലൊന്നും പോകണ്ട, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അവൾ പറഞ്ഞു. അത് മതി, പക്ഷെ ധന്യ ഉണർന്നില്ലല്ലോ. അത് സാരമില്ല, നമ്മൾ കഴിക്കുന്നത് അവൾ കഴിച്ചാൽ മതി. മൊബൈലെടുത്ത് അപ്പോൾ തന്നെ രോഷ്നി 3 പേർക്കുള്ള ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു.
ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. ഭക്ഷണം വന്നു കഴിഞ്ഞിട്ടും ധന്യ ഉണ്ടെന്നില്ല. കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി അവളെ കുലുക്കി വിളിച്ചു. അമൃതയത്ത് വന്നിട്ടുണ്ട്, വന്ന് ഭുജിച്ചിട്ട് പള്ളിയുറക്കം തുടരാം, ഗാഥ പറഞ്ഞു. പോടി. കണ്ണു തിരുമ്മിക്കൊണ്ട് ധന്യ എഴുന്നേറ്റ് വന്നു. മുഖം കഴുകി ഡൈനിങ് ടേബിളിന് ചുറ്റും കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും അവളുടെ ഉറക്കം പോയി. ഇനി 2-3 മാസം കൂടി എങ്ങനെയെങ്കിലും തള്ളി നിൽക്കണം. ഈ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് നേരെ ശ്വാസം വിടാൻ, ധന്യ പറഞ്ഞു. ഒന്ന് നേരെ ശ്വാസം വിടാനല്ല, മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ എന്ന് പറ. രോഷ്നി അവളെ തിരുത്തി. അത് ശരിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും സുഖിക്കാമെന്ന് വിചാരിക്കേണ്ട മോളെ. ഇത് കഴിഞ്ഞാലുടൻ നമ്മൾ നീറ്റ് കോച്ചിങ് ക്ലാസ്സിൽ ചേരാൻ പോകില്ലേ? അവിടെ ഇതിലും അപ്പുറത്തായിരിക്കും വർക്ക് ലോഡ്. ഉറക്കം കളഞ്ഞ് പഠിക്കേണ്ടി വരും, ഗാഥ ഓർമ്മിപ്പിച്ചു. ശരിയാ, എന്നാലും നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച് അവരെഴുന്നേറ്റു. അപ്പോഴാണ് ഗാഥയുടെ മുറിയിൽ മൊബൈൽ ബെല്ലടിച്ചത്. അവൾ ചെന്ന് എടുത്തു നോക്കി. സേതുമാധവനാണ് വിളിച്ചത്. ഹലോ അങ്കിൾ. അവൾ കോൾ എടുത്തു. ഡ്യൂട്ടിയിലോ മറ്റോ ആണോ? അയാൾ ചോദിച്ചു. അല്ല, ഫ്ലാറ്റിലെ സുഖശീതളമേലാണ്. അവൾ പറഞ്ഞത് കേട്ട് അയാൾ ചിരിച്ചു. ഞാനൊരു ദിവസം വരുന്നുണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് കാണാൻ. യു ആർ ഓൾവേസ് വെൽക്കം അങ്കിള്. പക്ഷേ വിളിച്ചു ചോദിച്ചിട്ടേ വരാവൂ, അല്ലെങ്കിൽ അങ്കിൾ വരുമ്പോൾ വാതിൽ തുറന്നു തരാൻ ആരും കാണില്ല. സേതുമാധവൻ ചിരിച്ചു. വിളിച്ച് അനുവാദം ചോദിച്ചിട്ട് ഞാൻ വരും. പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? ചോക്ലേറ്റ് കഴിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതൊന്നും വേണമെന്നില്ല. അങ്കിൾ ചുമ്മാതിങ്ങ് വന്നാൽ മാത്രം മതി. പക്ഷേ ഒരു ശിക്ഷയുണ്ട്, ഗാഥ പറഞ്ഞു. അതെന്താണ്? ഞങ്ങൾ 3 പെൺപിള്ളേരുടെയും മണ്ടത്തരങ്ങളൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ശിക്ഷ. അത് ഞാൻ സഹിച്ചോളാം. പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന വേറൊരു കാര്യമുണ്ട് മോളെ. എന്താ അങ്കിള്? 2 തവണ ഞാൻ വിളിച്ചിട്ടും സുരഭി കോൾ എടുത്തില്ല. ഇതുവരെ എന്നെ തിരിച്ചൊന്ന് വിളിച്ചുമില്ല. അതിന് കുറ്റക്കാരി താൻ തന്നെയാണെന്ന് ഗാഥയ്ക്ക് തോന്നി. അന്ന് അങ്കിളിനെ കല്യാണം ആലോചിച്ചത് കൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ സംശയമാണേ, കാണുമ്പോൾ പറയാം. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ? അയാൾ ചോദിച്ചു. ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതേക്കുറിച്ച് ചിന്തിച്ച് അങ്കിള് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ അമ്മയെ കൈകാര്യം ചെയ്തോളാം. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ കവടിയാറ് ഭാഗത്ത് ഞങ്ങളുടെ ഓഫീസും സ്റ്റുഡിയോയും തയ്യാറാവുന്നുണ്ടെന്ന്. അടുത്ത തിങ്കൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാണ്. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇനാഗ്രേഷൻ പോലെ 3 കൂട്ടുകാരികളെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക്സ് അങ്കിളെ. തിങ്കളാഴ്ച അതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ അധികം വൈകാതെ ഞങ്ങൾ ഒരു ദിവസം അവിടെ വരുന്നതായിരിക്കും, അവൾ പറഞ്ഞു. അത് മതി. ധന്യയോടും രോഷനയോടും പ്രത്യേകം പറയണം. അതോ ഞാൻ വിളിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ അവർക്ക് ഫോൺ കൊടുക്കാം. അങ്കിൾ സംസാരിച്ചോളൂ, അതാണ് നല്ലത്. ഗാഥ ചെന്ന് ധന്യയോടും രോഷനയോടും വിവരം സൂചിപ്പിച്ചിട്ട് മൊബൈൽ അവർക്ക് കൊടുത്തു. 2 പേരെയും ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാൻ സേതുമാധവൻ ക്ഷണിച്ചു. ഒരു ദിവസം വരാമെന്ന് 2 പേരും ഏറ്റു. സേതുമാധവൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞ ഒരു കാര്യം ഗാഥ കൂട്ടുകാരികളെ അറിയിച്ചത്. വെളുക്കാൻ തെച്ചത് പാണ്ടായോ എന്നൊരു സംശയം. എന്താടി? ധന്യ ചോദിച്ചു. അങ്കിള് വിളിച്ചാൽ അമ്മ ഇപ്പോൾ ഫോൺ എടുക്കാറില്ല. നമ്മളന്ന് അമ്മയോട് കല്യാണക്കാര്യം പറഞ്ഞില്ലേ, അതിന് ശേഷമാണ്. ഛേ, കഷ്ടമായല്ലോ. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കിയല്ലോ. രോഷ്നി ഖേദിച്ചു. സാരമില്ലടി, ഞാൻ പിന്മാറിയിട്ടില്ല. ചില തിരിച്ചടികൾ സ്വാഭാവികം. കാരണം ഇത് വളരെ സെലിബ്രേറ്റഡായ ഒരു കാര്യമാണ്. സമൂഹത്തിന് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവം. കല്യാണപ്രായം ഉള്ള ഒരു മകളുള്ള ഒരു സ്ത്രീയെ സ്വന്തം കല്യാണത്തിന് നിന്നു കൊടുക്കുന്നത് അത്ര കോമൺ അല്ലല്ലോ, ഗാഥ പറഞ്ഞു. ശരിയാ, അല്ലെങ്കിൽ കുട്ടികൾ ചെറുതായിരിക്കണം. അതോ അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിഞ്ഞ് അമ്മയോ അച്ഛനോ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കണം. എന്നാൽ പോലും 2ാം കല്യാണം ഒരു പാപമായിട്ടാണ് പലരും കാണുന്നത്, ധന്യ പറഞ്ഞു. സ്ത്രീയും പുരുഷനും വാർദ്ധക്യത്തിലെത്തിയാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ തോന്നൽ. പരസ്പരം സാമീപ്യം അവർക്ക് താങ്ങും കരുതലുമായിരിക്കും. മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ചെറുപ്പക്കാരെ അവർക്ക് കിട്ടില്ല. ഒരു കൂട്ടെന്തായാലും വേണം. അമ്മയ്ക്ക് ബന്ധുക്കളെയും പരിചയക്കാരെയും പേടി കാണും. അത് മാറ്റിയെടുക്കണം. ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നുപോയി. ശനിയാഴ്ചയായി. അന്ന് ഓഫ് ഡേ ആണ്. പൊന്മുടിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും സൂരജിന് അസൗകര്യം കാരണം നടന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 3 കൂട്ടുകാരികളും ലിവിംഗ് റൂമിൽ ഒത്തുകൂടി.
നമുക്ക് സിറ്റിയിലേക്ക് പോയാലോ? ഫ്ലാറ്റ്, ഹോസ്പിറ്റൽ, ഇത് മാത്രമാണ് ഇപ്പോൾ ലോകം. കുറച്ച് ശുദ്ധമായി ശ്വസിക്കണ്ടേ? ധന്യ പറഞ്ഞു. നമുക്കേതെങ്കിലും മാളിലേക്ക് പോകാം. വെറുതെ ചുറ്റിയടിച്ച് നടന്ന 2 മണിക്കൂർ പോയി കിട്ടും. എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം, രോഷിനി പറഞ്ഞു. ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ, ഗാഥ ചോദിച്ചു. എന്താണ്? നമുക്കൊരു ഫിലിമിന് പോയാലോ? എത്ര നാളായി തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ട്. ഗ്രേറ്റ് ഐഡിയ, അത് മതി. നൂൺ ഷോ എത്ര മണിക്കാണെന്ന് നോക്ക്, പടങ്ങൾ ഏതൊക്കെയാണെന്ന്. രോഷിനിക്കും ഉത്സാഹമായി. ഞാൻ നോക്കാം. ധന്യ മൊബൈലെടുത്ത് സിറ്റിയിലെ തിയേറ്ററുകൾ സെർച്ച് ചെയ്തു. ആദ്യം നീ ദുൽഖറിൻ്റെ പടം വല്ലതുണ്ടെങ്കിൽ പറ, രോഷിനി ആവശ്യപ്പെട്ടു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.